ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് മാത്സ് ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുമാണ് കേട്ടോ. മലയാളം മീഡിയം നൽകിയിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. എൻ്റെ മക്കൾ ഇനി 5ാം ക്ലാസ്സിലേക്കാണല്ലേ. ഇനിയും തുടർന്നുള്ള ക്ലാസ്സുകളിൽ മക്കൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇനി നമ്മുടെ ചാനലിലൂടെ ദിനാചരണ ക്വിസ് വീഡിയോസ് നൽകുന്നതായിരിക്കും. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ 4ാം ക്ലാസ്സിലെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് നിങ്ങളുടെ താഴെയുള്ള കുട്ടികൾക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Activity 1. Table of picture. The favorite games of class 4 children are given below. One picture indicates 6 numbers. 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇഷ്ടപ്പെട്ട വിനോദങ്ങളുടെ ടേബിളാണ് താഴെ നൽകിയിട്ടുള്ളത്. ഒരു പിക്ചർ 6 നമ്പേഴ്സിനെ സൂചിപ്പിക്കുന്നു. അതായത് ഈ ടേബിളിൽ ഗെയിം, സ്റ്റുഡൻസ്, പിക്ചർ നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഫുട്ബോൾ. അതിൽ സ്റ്റുഡൻസ് 24 തന്നിട്ടുണ്ട്, 4 ബോളും നൽകിയിട്ടുണ്ട് അല്ലേ. ഒരു ബോൾ 6 ആണ്. 6 × 4, ആൻസർ 24. താഴെ സ്റ്റുഡൻസിൻ്റെ നമ്പർ നൽകിയിട്ടില്ല. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാക്സ് ഇൻ ദ ടേബിൾ. ക്രിക്കറ്റിൽ 3 പിക്ചറാണ് നൽകിയിട്ടുള്ളത്. ഒരു പിക്ചർ 6 ആണ്. 6 × 3, ആൻസർ 18. നെക്സ്റ്റ് ബാഡ്മിൻ്റൺ 2 പിക്ചറാണ് നൽകിയിട്ടുള്ളത്. 6 × 2, ആൻസർ 12 സ്റ്റുഡൻറ്റ്. വോളിബോൾ 5 പിക്ചർ നൽകിയിട്ടുണ്ട്. 5 × 6, 30 സ്റ്റുഡൻറ്റ്സ്. ബി, ഹൗ മെനി മോർ ചിൽഡ്രൻ ലവ് വോളിബോൾ ദാൻ ക്രിക്കറ്റ്. ക്രിക്കറ്റ് ഇഷ്ടമുള്ള കുട്ടികളെക്കാൾ എത്ര കൂടുതലാണ് വോളിബോൾ ഇഷ്ടമുള്ള കുട്ടികൾ? വോളിബോൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളും ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളെയും കുറക്കുക അല്ലേ. വോളിബോൾ 30 ആണ്, ക്രിക്കറ്റ് 18. 30 - 18 = 12, ആൻസർ 12. സി, പുട്ട് എ എഗെയിൻസ്റ്റ് ദ കറക്റ്റ് വൺ. ഓപ്ഷൻ വായിക്കാം അല്ലേ. എ, ദ നമ്പേഴ്സ് ഓഫ് ചിൽഡ്രൻ ഹൂ ലവ് ഫുട്ബോൾ ആൻഡ് വോളിബോൾ ഈസ് ദ സെയിം. കറക്റ്റായതിന് ടിക്കിടാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫുട്ബോളും അതുപോലെ വോളിബോളും ഇഷ്ടപ്പെടുന്ന കുട്ടികൾ സെയിം ആണ്. തെറ്റാണ്. ദ നമ്പേഴ്സ് ഓഫ് ചിൽഡ്രൻ ഹൂ ലവ് ക്രിക്കറ്റ് മോർ ദാൻ ദ നമ്പേഴ്സ് ഓഫ് ചിൽഡ്രൻ ഹൂ ലവ് ഫുട്ബോൾ. ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. സി, ക്രിക്കറ്റ് ഈസ് ലൈക്ക്ഡ് ബൈ ദ ലീസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ. ഏറ്റവും കുറവെണ്ണം കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് ക്രിക്കറ്റാണ്. ഇതും തെറ്റാണ്. മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ ലൈക്ക്ഡ് വോളിബോൾ. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് വോളിബോളാണ്. ഡി ആണ് ശരി അല്ലേ. ആക്ടിവിറ്റി 2, ലെറ്റ്സ് പാക്ക് ഇറ്റ്. Get numbers of agarbadis made by the children in the work experience fest. പ്രവൃത്തി പരിചയമേളയിൽ കുട്ടികളുണ്ടാക്കിയ ചന്ദനത്തിരിയുടെ ടേബിളാണ് താഴെ നൽകിയിട്ടുള്ളത്. അതിൽ എ ക്വസ്റ്റ്യന്, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് അഗർബദീസ്. ടേബിൾ വായിച്ചിട്ടില്ല കേട്ടോ. ഈ നമ്പേഴ്സൊക്കെ കൂട്ടിയാൽ മതി, പ്ലസ് ചെയ്താൽ മതി. എത്ര കിട്ടും? ആൻസർ 600. ബി ക്വസ്റ്റ്യന്, റീന പേക്ക്ഡ് ദ അഗർബദീസ്. She kept them packed of 20 each. How many packets will be there? റീന ഉണ്ടാക്കിയ അഗർബദീസ് 20 എണ്ണമുള്ള പാക്കറ്റുകളിലാക്കി. ആകെ എത്ര പാക്കറ്റുകൾ ഉണ്ടാകും? എത്ര എണ്ണം ചന്ദനത്തിരിയാണ് റീന നിർമ്മിച്ചത്? 160 അല്ലേ. 160 ഡിവൈഡഡ് ബൈ 20, ആൻസർ 8 പാക്കറ്റ്സ്. ക്വസ്റ്റ്യൻ, ദ കോസ്റ്റ് ഓഫ് 1 പാക്കറ്റ്സ് ഓഫ് അഗർബദീസ് ഈസ് 20 rupees. 30 packets were sold. How much money did they get? ഒരു പാക്കറ്റ് അഗർബദീസിന് 20 രൂപയാണ്. 30 പാക്കറ്റ് വിറ്റു എങ്കിൽ എത്ര രൂപ കിട്ടിയിട്ടുണ്ടാകും? 20 × 30 = 600. How many more does Fatima need to 7 packets with 20 അഗർബദീസ് each? 20 എണ്ണമുള്ള 7 പാക്കറ്റുകളാക്കാൻ ഇനി ഫാത്തിമയ്ക്ക് എത്ര എണ്ണം അഗർബദീസ് വേണം? നമുക്ക് ഈ 2 സംഖ്യകളും ഗുണിക്കാം. 20 × 7, ആൻസർ 140 കിട്ടും. 140ൽ നിന്ന് ഫാത്തിമ നിർമ്മിച്ച അഗർബദീസിൻ്റെ എണ്ണം കുറക്കുക. 2 കുറച്ചാൽ 2 കിട്ടും. ആൻസർ 2. ക്വസ്റ്റ്യൻ, 8 × 20 = 160. Which among the following is equal 9 × 20? Put a tick against the correct one. 8 × 20 = 160 ആണ്. 9 × 20 സമാനമായിട്ടുള്ളത് താഴെ നൽകിയിട്ടുള്ളത് ഏതാണ്? ആൻസർ സി ആണ്.
20 ആഡഡ് 1 ടൈംസ് ഓഫ് 160. മനസ്സിലായില്ലേ? 160 ഒരു തവണ 20 കൂട്ടിയാലാണ് 180 കിട്ടുക. ആക്ടിവിറ്റി 3 ആനുവൽ ഡേ സെലിബ്രേഷൻ. The amount spent for the annual day celebration of ചോലവയൽ LP School is given below. ചോലവയൽ LP സ്കൂളിൽ ആനുവൽ ഡേക്ക് ചിലവായ തുകയാണ് താഴെ നൽകിയിട്ടുള്ളത്. അതിൽ ഐറ്റം നൽകിയിട്ടുണ്ട്, അതുപോലെ എമൗണ്ട്. എ ക്വസ്റ്റ്യൻ, വിച്ച് ഐറ്റം ഹാഡ് ഹയസ്റ്റ് എക്സ്പെൻസ് അറ്റ് ദ ആനുവൽ ഡേ സെലിബ്രേഷൻ? ഏറ്റവും കൂടുതൽ ചിലവായത് ഏത് ഇനത്തിനാണ്? ആൻസർ ലൈറ്റ് ആൻഡ് സൗണ്ട്. ബി ക്വസ്റ്റ്യന്, ഹൗ മച്ച് മോർ വാസ് സ്പെൻഡ് ഓൺ ലൈറ്റ് ആൻഡ് സൗണ്ട് ദാൻ ഓൺ ഫുഡ്? ഭക്ഷണത്തിന് ചിലവായ തുകയേക്കാൾ എത്ര കൂടുതലാണ് ലൈറ്റ് ആൻഡ് സൗണ്ടിന് ചിലവായത്? രണ്ട് തുകയും മൈനസ് ചെയ്യുക അല്ലേ? ആൻസർ 1020 കിട്ടും. സി ക്വസ്റ്റ്യന്, വാട്ട് ഈസ് ദ ടോട്ടൽ എക്സ്പെൻസ് ഓഫ് ആനുവൽ ഡേ സെലിബ്രേഷൻ? ആകെ എത്ര രൂപ ചിലവായി? ചിലവായ തുക മൊത്തം പ്ലസ് ചെയ്യുക അല്ലേ? ആൻസർ എത്ര കിട്ടും? 17,980. ക്വസ്റ്റ്യൻ, 4 former students shared the amount for prize equally. How much did one person give? സമ്മാനത്തിന് ചിലവായ തുക 4 പൂർവ്വ വിദ്യാർത്ഥികൾ തുല്യമായി വീതിച്ചു. ഒരാൾ എത്ര നൽകിയിട്ടുണ്ടാകും? 2000 divided by 4. ആൻസർ 500. ഈ ക്വസ്റ്റ്യൻ, ദ നമ്പേഴ്സ് ഓഫ് കറൻസി നോട്ട്സ് ആൻഡ് their sum in given below. നോട്ടുകളുടെ എണ്ണവും അവയുടെ തുകയും താഴെ നൽകിയിട്ടുണ്ട്. അതിന് ശരിയായതിന് ടിക്ക് അടയാളം ഇടുക. 2000 റുപ്പീസ് സി ആണ്. 20 നോട്ട്സ് ഓഫ് 100. 2 3000 റുപ്പീസ് ഡി ആണ്. 6 നോട്ട്സ് ഓഫ് 500. 3 4000. ആൻസർ എ ആണ്. 8 നോട്ട്സ് ഓഫ് 500. 1000 റുപ്പീസ്. ആൻസർ ബി ആണ്. 10 നോട്ട്സ് ഓഫ് 100. 1 സി, 2 ഡി, 3 എ, 4 ബി. ആൻസർ ഓപ്ഷൻ ഡി ആണ്. മക്കൾക്ക് സംശയം വരികയാണെങ്കിൽ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് എഴുതി നോക്കണം കേട്ടോ. ആക്ടിവിറ്റി 4A കളക്ഷൻ ഓഫ് പ്രൊഡക്ട്സ്. ദ ലിസ്റ്റ് ഓഫ് ഐറ്റം കളക്റ്റഡ് ഇൻ കണക്ഷൻ വിത്ത് ദ സബ് ഡിസ്ട്രിക്ട് കലോത്സവം ഈസ് ഗിവൺ ബിലോ. ഉപജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ ഉൽപ്പന്ന ശേഖരത്തിൽ കിട്ടിയ സാധനങ്ങളുടെ വിവരങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത്. ഉൽപ്പന്നങ്ങളും അവയുടെ തൂക്കവും നൽകിയിട്ടുണ്ട്. അതിൽ എ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ വെയ്റ്റ് ഓഫ് ബനാന ഇൻ കിലോഗ്രാം. ബനാനയുടെ തൂക്കം കിലോഗ്രാമിൽ എഴുതണം. 1 കിൻഡലും 8 കിലോഗ്രാമാണ് തന്നിട്ടുള്ളത്. 1 കിൻഡൽ എന്നാൽ 100 കിലോഗ്രാമാണ്. 100 + 8. ആൻസർ 108 കിലോഗ്രാം. ഇനി ബി ക്വസ്റ്റ്യൻ, 1 കിൻഡൽ 50 കിലോഗ്രാം റൈസ് വാസ് യൂസ്ഡ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് കലോത്സവം. ഹൗ മച്ച് വിൽ ബി ദ വെയ്റ്റ് ഓഫ് ദ റൈസ് ദാറ്റ് വാസ് ലെഫ്റ്റ്? കലോത്സവത്തിൻ്റെ ഫസ്റ്റ് ദിവസം 1 കിൻഡലും 50 കിലോഗ്രാം അരിയും ഉപയോഗിച്ചു. ബാക്കിയുള്ള അരിയുടെ തൂക്കം എത്ര? ഇതിൽ നിന്ന് മൊത്തം അരിയുടെ തൂക്കം കുറച്ചാൽ മതി അല്ലേ? എത്രയാണ്? 3 കിൻഡലും 25 കിലോഗ്രാമുമാണ്. തൂക്കങ്ങളെല്ലാം നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റിയിട്ട് വേണം കുറക്കാൻ. 3 കിൻഡൽ എന്നാൽ 300. 300 + 25 = 325. 325 - 150 175 കിട്ടും. ആൻസർ എങ്ങനെ എഴുതാ? 1 കിൻഡൽ 175 കിലോഗ്രാം. അല്ലെങ്കിൽ മൊത്തം എഴുതുകയാണെങ്കിൽ 175 കിലോഗ്രാം എഴുതാം അല്ലേ? സി ക്വസ്റ്റ്യന്, ഹൗ മച്ച് മോർ ഈസ് ദ വെയ്റ്റ് ഓഫ് കോക്കനട്ട് ദാൻ ദാറ്റ് ഓഫ് യാം? തേങ്ങയുടെ തൂക്കത്തേക്കാൾ എത്ര കൂടുതലാണ് തേങ്ങയുടെ തൂക്കം? 2ൻ്റെ തൂക്കം മൈനസ് ചെയ്യുക അല്ലേ? ആൻസർ എത്ര കിട്ടും? 60. 60 കിലോഗ്രാംസ്. ഈ പുട്ടിയെ ടിക്ക് എഗെയിൻസ്റ്റ് ദ കറക്റ്റ് വൺ. ഓപ്ഷൻ വായിക്കണില്ല. ഇവിടെ ആൻസർ ബി ആണ്. 110 = 1000 കിലോഗ്രാംസ്. ആക്ടിവിറ്റി 4B മിൽക്ക് മാറ്റ്. ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് കളക്റ്റഡ് അറ്റ് ദ സൊസൈറ്റി ഈസ് ഗിവൺ ബിലോ. സൊസൈറ്റിയിൽ 5 ദിവസം ശേഖരിച്ച പാലിൻ്റെ അളവാണ് താഴെ തന്നിട്ടുള്ളത്. അതിൽ എ ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് ഡേ വാസ് ദ ലാർജസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് കളക്റ്റഡ്? ഏറ്റവും കൂടുതൽ പാൽ കളക്ട് ചെയ്തത് ഏത് ദിവസമാണ്? ആൻസർ മൺഡേ. ബി, ഹൗ മച്ച് മോർ മിൽക്ക് വാസ് കളക്റ്റഡ് ഓൺ വെനസ്ഡേ ദാൻ ഓൺ തേഴ്സ്ഡേ? വ്യാഴാഴ്ചത്തേക്കാൾ എത്ര കൂടുതൽ പാൽ ബുധനാഴ്ച ലഭിച്ചു? 2 ദിവസം ശേഖരിച്ച പാലിൻ്റെ അളവ് കുറക്കുക. ആൻസർ
6 liter 300 milliliter. C question. 64 liters of milk was sold from the milk collected on Sunday. What is the quantity of milk that is left? ഞായറാഴ്ച ശേഖരിച്ചതിൽ നിന്നും 64 ലിറ്റർ വിറ്റു. ബാക്കിയുള്ള പാലെത്ര? ഞായറാഴ്ച ശേഖരിച്ച പാലിൻ്റെ അളവിൽ നിന്ന് 64 കുറക്കുക. ആൻസർ 221 ലിറ്റർ 300 മില്ലി ലിറ്റർ. ഡി ക്വസ്റ്റ്യന് മിൽക്ക് കളക്റ്റഡ് ഓൺ ഫ്രൈഡേ വാസ് കെപ്റ്റ് ഇൻ ആൻഡ് വെസൽസ് വിത്ത് കപ്പാസിറ്റി ഓഫ് 14 liters each. What is the total quantity of milk? വെള്ളിയാഴ്ച ശേഖരിച്ച പാല് 40 ലിറ്ററിൻ്റെ 8 പാത്രത്തിലുണ്ടായിരുന്നു. എങ്കിൽ ആകെ പാലിൻ്റെ അളവ് എത്ര? 40 × 8 വെച്ചപ്പോൾ 320 കിട്ടിയില്ലേ? 320 ലിറ്ററാണ് ആൻസർ. ഇനി ഈ ക്വസ്റ്റ്യൻ പുട്ട് എ ടിക്ക് എഗൈൻസ്റ്റ് ദ കറക്റ്റ് വൺ. കറക്റ്റായതിന് നേരെ ടിക്ക് അടയാളം ഇടുക. ഇവിടെ സി ആണ് ആൻസർ. 1 ലിറ്റർ എന്നാൽ 1000 മില്ലി ലിറ്റർ. ആക്ടിവിറ്റി 5A ഡിസ്റ്റൻസ്. The distance to different public offices Ridhika's home is given in the table. ഋതികയുടെ വീട്ടിൽ നിന്നും പബ്ലിക് സ്ഥാപനങ്ങളിലേക്കുള്ള ദൂരമാണ് താഴെ പട്ടികയിൽ നൽകിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ചോദ്യം എ ഫിൽ ഇൻ ദ ബ്ലാക്സ് ഇൻ ദ ടേബിൾസ് എബോവ്. ടേബിൾ പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പബ്ലിക് ഓഫീസ് പഞ്ചായത്ത് ഓഫീസാണ്. അതിൻ്റെ ഡിസ്റ്റൻസ് മീറ്ററിൽ നൽകിയിട്ടുണ്ട്. 2400 meters. ഇത് കിലോമീറ്റർ നൽകിയിട്ടുണ്ട്. 2 kilometers 400 meter. സ്കൂളിൻ്റെ തന്നിട്ടുള്ളത് സ്കൂളിൻ്റെ കിലോമീറ്ററിൽ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ മീറ്ററിലാക്കണം. ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് 1000 meter എന്നാൽ 1 kilometer ആണ്. 2 kilometer 200 meter എങ്ങനെ എഴുതാം? 2000 + 200. സ്കൂളിലേക്കുള്ള ദൂരം 2200 meters. പോലീസ് സ്റ്റേഷനിലേക്കുള്ള ദൂരം മീറ്റർ നൽകിയിട്ടുണ്ട്. ഇനി ഇത് കിലോമീറ്ററിലേക്ക് മാറ്റണം. 7 kilometer 300 meters. നെക്സ്റ്റ് ഹോസ്പിറ്റലിൻ്റെ കിലോമീറ്റർ നൽകിയിട്ടുണ്ട്. ഇത് മീറ്ററിലേക്ക് മാറ്റണം. 5 kilometer എന്നാൽ 5000 meter + 500 meter. ആൻസർ 5500 meter. ബി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ദാറ്റ് Radhika covered after going to school and returning home? ഋതിക സ്കൂളിൽ പോയി തിരിച്ചു വന്നപ്പോൾ ആകെ എത്ര ദൂരം സഞ്ചരിച്ചു? സ്കൂളിലേക്കുള്ള ദൂരം 2 പ്രാവശ്യം പ്ലസ് ചെയ്താൽ മതി അല്ലേ? ആൻസർ 4 kilometer 400 meter. ഈ ക്വസ്റ്റ്യൻ പുട്ട് എ ടിക്ക് എഗൈൻസ്റ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ആൻസർ ഡി ആണ്. ദ സ്കൂൾ ഈസ് നിയറസ്റ്റ് പബ്ലിക് ഓഫീസ് ടു ഋതികാസ് ഹൗസ്. ഋതികയുടെ വീടിൻ്റെ അടുത്തുള്ള പൊതുസ്ഥാപനം സ്കൂളാണ്. ആക്ടിവിറ്റി 5B കൺസ്ട്രക്റ്റിംഗ് ഹാൻഡ് റെയിൽസ്. ഹാൻഡ് റെയിൽസ് ആർ ബീയിങ് കൺസ്ട്രക്റ്റഡ് എലോങ് എ ന്യൂ റോഡ് ഫ്രം കാറ്റാടിക്കവല ടു ചട്ടിവയൽ. കാറ്റാടിക്കവല മുതൽ ചട്ടിവയൽ വരെ പുതുതായി നിർമ്മിച്ച റോഡിന് കൈവരി പണിയുകയാണ്. ഓൺ ദ ഫസ്റ്റ് ഡേ ഹാൻഡ് റെയിൽസ് വാസ് കൺസ്ട്രക്റ്റഡ് ഫോർ 2 kilometers 300 meters. ഓൺ ദ സെക്കൻഡ് ഡേ ഹാൻഡ് റെയിൽ കൺസ്ട്രക്റ്റഡ് ഫോർ 2 kilometers 200 meters. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഹാൻഡ് റെയിൽസ് കൺസ്ട്രക്റ്റഡ് ഇൻ മീറ്റേഴ്സ് ഓൺ ദ ഫസ്റ്റ് ഡേ. ഒന്നാം ദിവസം നിർമ്മിച്ച കൈവരിയുടെ നീളം എത്ര മീറ്ററാണ്? മീറ്ററിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ 2300 meters. ബി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ഹാൻഡ് റെയിൽസ് കൺസ്ട്രക്റ്റഡ് ഓഫ് ഫസ്റ്റ് 2 days. 2 ദിവസങ്ങളിലായി നിർമ്മിച്ച കൈവരിയുടെ ആകെ നീളം എത്ര? 2 ദിവസത്തെയും ദൂരം പ്ലസ് ചെയ്യുക അല്ലേ? ആൻസർ 4 kilometer 500 meter. ഇത് മീറ്ററിലാക്കിയത് എങ്ങനെ? 4500 meters അങ്ങനെ എഴുതാം അല്ലേ? സി ഇറ്റ് ഈസ് ഡിസൈഡഡ് ടു കൺസ്ട്രക്ട് എ 7 kilometers ഹാൻഡ് ലൈൻസ്. ഹൗ മച്ച് ലെങ്ത് ഈസ് ലെഫ്റ്റ്? 7 kilometer കൈവരി നിർമ്മിക്കാനാണ് തീരുമാനിച്ചത്. ഇനി നിർമ്മിക്കാനുള്ള കൈവരിയുടെ നീളം എത്ര? കിലോമീറ്റർ മീറ്ററിലാക്കിയിട്ട് കുറക്കണം കേട്ടോ. 7000 - 4500. ആൻസർ 2500 കിട്ടും. ആൻസർ 2 kilometer 500 meters. ഡി റേറ്റ് 7 kilometers in meters. ആൻസർ 7000 meters. ഇ പുട്ട് എ ടിക്ക് എഗൈൻസ്റ്റ് ദ കറക്റ്റ് വൺ. ആൻസർ സി ആണ്. 1 and 3 ആർ കറക്റ്റ്. 1 meter = 100 centimeter. 1 kilometers
1000 മീറ്റേഴ്സ്. ഓക്കെ, ഇനിയും ഉയർന്ന ക്ലാസ്സുകളിൽ എൻ്റെ മക്കൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും നൽകുന്നതായിരിക്കും. മക്കൾ ക്വിസിനൊക്കെ പങ്കെടുക്കുക, നന്നായിട്ട് വിജയം നേടുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.